ഹലോ ഫ്രണ്ട്സ്, നെക്സ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയ്ക്കകത്ത് നമ്മൾ ബട്ടൺ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ളതും അതേപോലെ തന്നെ നമ്മുടെ കണ്ടെയ്നറിന് ഷേപ്പ് കൊടുക്കുന്നതും ഒക്കെ നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. കഴിഞ്ഞതിന് മുമ്പത്തെ ഒരു വീഡിയോയ്ക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ആപ്ലിക്കേഷന് സ്റ്റേറ്റ് ഉണ്ടെന്ന്. ഓക്കെ, സ്റ്റേറ്റ്ലെസ്സും സ്റ്റേറ്റ്ഫുള്ളും എന്ന് പറയുന്ന രണ്ട് രീതിയിലാണ് വിഡ്ജറ്റ്സിനെ ക്ലാസിഫൈ ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അപ്പോൾ എന്താണ് സ്റ്റേറ്റ്ലെസ്സും സ്റ്റേറ്റ്ഫുള്ളും എന്നുള്ളതും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. അതായത് സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു ഇൻപുട്ട് നമ്മൾ സ്ക്രീനിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ച് സ്ക്രീനിന് മാറ്റം ഒന്നും വരുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് സ്റ്റേറ്റ്ലെസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാം. അതേസമയം സ്റ്റേറ്റ്ഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു മാറ്റം നമ്മുടെ സ്ക്രീനിലെ പിക്സൽസിന് വരണം എന്നുണ്ടെങ്കിൽ നമുക്കതിനെ സ്റ്റേറ്റ്ഫുൾ വിഡ്ജറ്റ് യൂസ് ചെയ്തിട്ട് ബിൽഡ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എനിക്കിവിടെ ഈ താഴത്തെ 3 ബട്ടൺ ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഇതിനെ എനിക്കൊരു സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റായിട്ട് തന്നെ ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഞാനിതൊരു സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത് എങ്കിൽ കൂടെ ഇവിടെ ഒരു ബട്ടൺ വെച്ചിട്ടുണ്ട്. ഈ 3 ബട്ടണിനും അതിൻ്റേതായിട്ടുള്ള ഫങ്ഷൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഫങ്ഷൻസ് വരുന്ന സമയത്ത് നമുക്ക് സ്റ്റേറ്റിനകത്ത് വ്യത്യാസം വരും. സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തും ആവാൻ ഒരു ഡേറ്റ എന്നുണ്ടെങ്കിൽ ഇൻഫർമേഷൻ നമ്മളൊരു നമ്മുടെ ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്കൊരു സ്റ്റേറ്റ് എന്ന് വിളിക്കാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സ്റ്റേറ്റ്ലെസ് ആയിട്ടും സ്റ്റേറ്റ്ഫുള്ളായിട്ടും നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിനകത്ത് ആദ്യമേ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഇപ്പോൾ ഞാനിവിടെ ബിൽഡ് ചെയ്തിരിക്കുന്നത് സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റ് വെച്ചിട്ടാണ്. ഇനി നമുക്കിതിനെ വേണമെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ്ഫുൾ ആക്കി കൺവേർട്ട് ചെയ്യാം. കാരണം സ്റ്റേറ്റ്ഫുൾ ആക്കി കഴിഞ്ഞാൽ മാത്രമേ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ഒരു കണ്ടെയ്നറിൻ്റെ കളറ് താഴത്തെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നതനുസരിച്ച് കളറ് മാറിക്കൊണ്ടേയിരിക്കണം. ഓക്കെ, അപ്പോൾ അതാണ് എൻ്റെ ഇന്നത്തെ ആവശ്യം. ഓക്കെ, ഞാനത് എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ആദ്യമേ കാണിച്ചു തരാം. ജസ്റ്റ് ഞാൻ താഴേക്ക് വന്നു, ടെക്സ്റ്റ് ബട്ടണിലേക്ക് വന്നു. ഞാനിവിടെ കൊടുത്തിരിക്കുന്ന നെയിം മാറ്റി ഓൾറെഡി റെഡ് ഉണ്ടല്ലോ, യെല്ലോ, ബ്ലൂ, ഗ്രീൻ. ഓക്കെ, ഇങ്ങനെ 3 കളറാക്കി ഞാൻ ആ ബട്ടണിന് പേര് കൊടുത്തു. അപ്പോൾ ഞാൻ ഓരോ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്തും എനിക്ക് എന്ത് സംഭവിക്കണം? ആ കളറായിട്ട് നമ്മുടെ ബട്ടൺ മാറണം. ഓക്കെ, ഞാൻ അങ്ങനെ ഓരോ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്ന ടൈമിലും എനിക്ക് മുകളിൽ കാണുന്ന കണ്ടെയ്നറിന് ഞാൻ താഴെ കൊടുത്തിരിക്കുന്ന കളേഴ്സായിട്ട് വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചെയ്ത് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് ആദ്യം വേണ്ടത് നമ്മുടെ ഇപ്പോൾ കിടക്കുന്ന സ്റ്റേറ്റ്ലെസ് എന്ന് പറയുന്ന വിഡ്ജറ്റിൽ നിന്ന് മാറിയിട്ട് സ്റ്റേറ്റ്ഫുള്ളിലേക്ക് വരിക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എന്താണ് സ്റ്റേറ്റ്ഫുൾ എന്ന് നോക്കാം. ഓക്കെ, നമുക്കിതിനെ എങ്ങനെ സ്റ്റേറ്റ്ഫുള്ളായിട്ട് കൺവേർട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. ജസ്റ്റ് നമ്മളിവിടെ കൊണ്ടുവന്ന് വെച്ച് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ബൾബിൻ്റെ ഐക്കൺ വരും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ കൺവേർട്ട് ടു സ്റ്റേറ്റ്ഫുൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഞാൻ അതിനകത്ത് കൺവേർട്ട് ടു സ്റ്റേറ്റ്ഫുൾ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ആ ഒരു സ്റ്റേറ്റ് മാറിയിട്ട് എന്തായിട്ട് വന്നു? സ്റ്റേറ്റ്ഫുൾ വിഡ്ജറ്റായിട്ട് മാറി. കണ്ടില്ലേ, ഇവിടെ സ്റ്റേറ്റ്ഫുൾ വിഡ്ജറ്റ് എന്ന രീതിയിലേക്ക് ഇത് മാറിയതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് സ്റ്റേറ്റ്ഫുൾ വിഡ്ജറ്റ് എന്ന് വിളിക്കുന്നത്. ഇനി ഇത് പക്ഷേ എന്താണ് ഇങ്ങനെ വന്നിരിക്കുന്നത് എന്നുള്ളതിനെ പറ്റി മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ടിത് എഴുതി നോക്കിയാലേ മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ ഞാനിത് ഇപ്പോൾ വന്നതിനെ ഞാനൊന്ന് റിമൂവ് ചെയ്യാണ്, എന്നിട്ട് ഞാൻ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളത് കാണിച്ചു തരാം. ഓക്കെ, ഞാനിതിനെ പണ്ടത്തെ ഫോമിലേക്ക് ആക്കി മൈ ആപ്പ് എക്സ്റ്റെൻസ് സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റ് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കിടക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ചെയ്യാൻ പോകുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഈ സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റ് എന്ന് പറഞ്ഞ് കിടക്കുന്നത് മാറ്റിയിട്ട് ഞാനിവിടെ സ്റ്റേറ്റ്ഫുൾ വിഡ്ജറ്റ് എന്നാക്കി. ഓക്കെ, സ്റ്റേറ്റ്ഫുൾ വിഡ്ജറ്റ് എന്നാക്കി. സ്റ്റേറ്റ്ഫുൾ വിഡ്ജറ്റ് എന്നാക്കിയ സമയത്ത് നമുക്കവിടെ എറർ വന്നിട്ടുണ്ട്. ഇനി സ്റ്റേറ്റ്ഫുൾ വിഡ്ജറ്റ് ആക്കി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോഴുള്ള ക്ലാസ്സിനെ നമ്മൾ 2 ക്ലാസ്സായിട്ടായിരിക്കും എഴുതുക. ഓക്കെ, നമുക്ക് ഓൾറെഡി ഇപ്പോൾ ഒറ്റ ക്ലാസ്സേ ഉള്ളൂ. ഈ ഒരു ക്ലാസ് നമ്മൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ, ഈ ഒരു ക്ലാസ് മാത്രമേ നമുക്കുള്ളൂ. പക്ഷേ സ്റ്റേറ്റ്ഫുൾ വരുന്ന സമയത്ത് നമ്മൾ 2 ക്ലാസ് വെച്ചിട്ടായിരിക്കും എഴുതുക. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ ഒരു ക്ലാസ്സിനെ ക്ലോസ് ചെയ്തു. എന്നിട്ട് ഞാൻ അടുത്തൊരു ക്ലാസ് വിളിക്കുകയാണ്. ഈ ഒരു ക്ലാസ് വിളിക്കുമ്പോൾ നമ്മൾ പേര് കൊടുക്കേണ്ടത് നമ്മൾ മുകളിൽ കൊടുത്തേക്കുന്ന പേര് എന്താണോ ആ ഒരു പേരിൻ്റെ കൂട്ടത്തിൽ സ്റ്റേറ്റ് എന്ന് കൂടി ചേർത്ത് കൊടുക്കുക. ഓക്കെ, സ്റ്റേറ്റ് എക്സ്റ്റെൻസ് സ്റ്റേറ്റ് എന്ന് മാത്രം കൊടുക്കുക. ഓക്കെ, സ്റ്റേറ്റ് എക്സ്റ്റെൻസ് സ്റ്റേറ്റ് എന്ന് കൊടുത്തു. അപ്പോൾ നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള എററെല്ലാം പോയി. ഇനി ഒരിടത്ത് മാത്രമേ ഒരു എററുള്ളൂ. അതെന്താണെന്നുള്ളത് നമുക്ക് സംസാരിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഞാനിവിടെ പറഞ്ഞേക്കുന്നത്
ക്ലാസ് മൈ ആപ്പ് എക്സ്റ്റെൻഡ് സ്റ്റേറ്റ്ഫുൾ വിഡ്ജറ്റ്. അപ്പോൾ ഈ ഒരു മൈ ആപ്പ് എന്ന് പറയുന്ന ഈ ഒരു ക്ലാസ് സ്റ്റേറ്റ്ഫുൾ വിഡ്ജറ്റിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തേക്കണം. അപ്പോൾ സ്റ്റേറ്റ്ഫുൾ വിഡ്ജറ്റിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും മൈ ആപ്പിന് യൂസ് ചെയ്യാൻ പറ്റും. ഇനി അതിന് താഴെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, മൈ ആപ്പ് സ്റ്റേറ്റ് എക്സ്റ്റെൻസ് സ്റ്റേറ്റ്. ഓക്കെ, ഈ മൈ ആപ്പ് എക്സ്റ്റെൻഡ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഈ ഒരു ക്ലാസ്സും നമുക്ക് കിട്ടുന്നത് നമ്മുടെ മെറ്റീരിയൽ ഡോട്ട് ഡാർക്കിൽ നിന്നാണ്. ഇത് വെച്ചിട്ട് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഈ ബട്ടൺ പോലുള്ള കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലും അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഡേറ്റാസ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിലും ഈ ഒരു സ്റ്റേറ്റ് നമ്മളവിടെ ഡിഫൈൻ ചെയ്യണം. അത് മാത്രമല്ല ഇതൊരു ജനറിക് സ്റ്റേറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇതൊരു ജനറിക് ആയതുകൊണ്ട് തന്നെ ഈ ഒരു ജനറിക് ക്ലാസ്സിനെ നമ്മൾ വിളിക്കുന്ന ടൈമിൽ ഇതിനൊരു ആംഗിൾ ബ്രാക്കറ്റ് കൊടുത്ത് ഇതിനകത്ത് ഇത് ഏതിലേക്കാണ് വന്നിരിക്കുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ മൈ ആപ്പ് എക്സ്റ്റെൻസ് ഞാനിവിടെ മൈ ആപ്പ് എന്ന് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുകളിലത്തെ മൈ ആപ്പും ഇപ്പോഴത്തെ മൈ ആപ്പും തമ്മിൽ ഒരു കണക്ഷനിലേക്ക് എത്തിക്കഴിഞ്ഞു. മുമ്പ് നോക്കിക്കഴിഞ്ഞാൽ മൈ ആപ്പ് എക്സ്റ്റെൻസ് സ്റ്റേറ്റ്ഫുൾ വിഡ്ജറ്റ്, അതേപോലെ തന്നെ മൈ ആപ്പ് സ്റ്റേറ്റ് എക്സ്റ്റെൻസ് സ്റ്റേറ്റ് എന്ന് മാത്രമേ ഉള്ളായിരുന്നു. ആ ഒരു സമയത്ത് ഇത് രണ്ടും തമ്മിലൊരു കണക്ഷനും ഇല്ലായിരുന്നു. അതേസമയം നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും മൈ ആപ്പ് എക്സ്റ്റെൻസ് സ്റ്റേറ്റ്ഫുൾ വിഡ്ജറ്റ് എന്നും പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ മൈ ആപ്പ് സ്റ്റേറ്റ് എക്സ്റ്റെൻസ് സ്റ്റേറ്റ് ഓഫ് മൈ ആപ്പ് എന്ന രീതിയിലായി. അപ്പോൾ ഈ ഒരു മൈ ആപ്പുമായിട്ട് എന്തോ കണക്ഷൻ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിലൊരു എററൂടെ നമുക്ക് കാണാൻ പറ്റും. ആ എററിനെ നമുക്ക് എങ്ങനെ റിമൂവ് ചെയ്യാൻ നോക്കാം. ഓക്കെ, ക്രിയേറ്റ് വൺ മിസ്സിംഗ് ഓവർ റൈഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു മിസ്സിംഗ് ഓവർ റൈഡ് ക്രിയേറ്റ് ചെയ്യാം. കണ്ടില്ലേ, നമുക്ക് ഇപ്പോൾ ഉണ്ടായിരുന്നത് ഒരു ഓവർ റൈഡ് ക്രിയേറ്റ് ചെയ്യാനുണ്ടായിരുന്നു. നമ്മൾ ആ ഒരു ഓവർ റൈഡ് അവിടെ ക്രിയേറ്റ് ചെയ്തു. എന്താണ് ആ ഓവർ റൈഡ് എന്ന് നോക്കാം. ഞാൻ ജസ്റ്റ് ഇതിനകത്ത് വേണ്ടാത്ത കാര്യങ്ങളെല്ലാം എടുത്ത് കളയാണ്. അപ്പോൾ നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും അറ്റ് ഓവർ റൈഡ് സ്റ്റേറ്റ്ഫുൾ വിഡ്ജറ്റ് ക്രിയേറ്റ് സ്റ്റേറ്റ്. ഒരു സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യത്തിനകത്ത് പറയുന്നത്. ഒരു സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അതെങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, സ്റ്റേറ്റ്ഫുൾ വിഡ്ജറ്റ്. അപ്പോൾ ഈ മുകളിലും താഴെയും യൂസ് ചെയ്തേക്കുന്ന സ്റ്റേറ്റ് രണ്ടും സെയിം ആണ്. അപ്പോൾ ഇത് സ്റ്റേറ്റ്ഫുൾ വിഡ്ജറ്റിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു, ഇത് മൈ ആപ്പിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു. അപ്പോൾ അങ്ങനെയാണ് നമുക്കിപ്പോൾ ഇവിടെ ഒരു സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇനി ഇത് മാത്രവുമല്ല, നമുക്കിനി ഒരു കാര്യം കൂടെ ചെയ്യാനായിട്ടുണ്ട്. ഇതിനകത്ത് ജസ്റ്റ് റിട്ടേൺ മൈ ആപ്പ് സ്റ്റേറ്റ് എന്നുകൂടി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എറർ മാറിയിട്ട് ഇപ്പോൾ ഇതെന്തായിട്ട് മാറിയിട്ടുണ്ട്, ഇതൊരു സ്റ്റേറ്റ്ഫുൾ വിഡ്ജറ്റായിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ ഇല്ലയോ എന്നുള്ളതിനെ പറ്റിയിട്ട് എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ ജസ്റ്റ് ഇതൊന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് നമുക്ക് ആദ്യമേ ഒരു സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റായിട്ടായിരുന്നു ഇതിരുന്നത്. അതിനെ നമ്മളൊരു സ്റ്റേറ്റ്ഫുൾ വിഡ്ജറ്റാക്കി മാറ്റി. സ്റ്റേറ്റ്ഫുൾ വിഡ്ജറ്റ് ആകുമ്പോഴത്തേക്ക് സ്റ്റേറ്റ്ഫുൾ വിഡ്ജറ്റിനകത്ത് എപ്പോഴും രണ്ട് ക്ലാസ്സസ് ആയിരിക്കും വരിക. ഒരു മെയിൻ ക്ലാസ്സും അതിൻ്റെ ഒരു സബ്സിഡറി ക്ലാസ്സും. ഈ രണ്ട് ക്ലാസ് കൊടുക്കുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു സ്ക്രീനിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീനിൽ എവിടെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാലും നമുക്കൊരു സ്റ്റേറ്റ്ഫുൾ വിഡ്ജറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റം വരുത്താൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ നമ്മൾ എവിടെ തൊട്ട് കഴിഞ്ഞാലും അതിനകത്ത് ആ സമയത്തൊക്കെ സ്ക്രീൻ റിഫ്രഷ് ആയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷന് പെർഫോമൻസ് വളരെയധികം ബാധിക്കും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ രണ്ട് ക്ലാസ്സാക്കി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും മാറ്റം വന്നു കഴിഞ്ഞാലും ഏതെങ്കിലും ഒരു ക്ലാസ്സിനെ മാത്രമേ ബാധിക്കത്തുള്ളൂ. അത് എവിടെയാണ് ആ ഒരു മാറ്റം വരുന്നതെന്നുള്ളത് നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷന് പറഞ്ഞു കൊടുക്കാനായിട്ടും പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ രണ്ട് ക്ലാസ്സാക്കി എടുത്തിരിക്കുന്നത്. ഇനി മുകളിലത്തെ ക്ലാസ്സിനെ നമ്മൾ ആദ്യമേ തന്നെ സ്റ്റേറ്റ്ഫുൾ വിഡ്ജറ്റിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു. എന്നിട്ട് അതിനകത്ത് ഒരു സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞു കൊടുത്തു. അതിനെ ഏതിലേക്ക് റിട്ടേൺ ചെയ്തു, മൈ ആപ്പ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ താഴെ വിളിച്ചേക്കുന്ന ക്ലാസ്സിലേക്ക് റിട്ടേൺ ചെയ്തു. ഓക്കെ, അതിനുശേഷം സ്റ്റേറ്റ് ഓഫ് മൈ ആപ്പ് ഇപ്പോൾ ഇരിക്കുന്ന ഏത് സ്റ്റേറ്റിലേക്കാണോ ആ ഒരു സ്റ്റേറ്റിലേക്ക് അതിനെയും എക്സ്റ്റെൻഡ് ചെയ്ത് വെച്ചു. അപ്പോൾ ഇപ്പോൾ രണ്ടും നമുക്ക് ഒരേ ടൈമിൽ വർക്ക് ചെയ്യുന്ന രണ്ട് ക്ലാസ്സസ് ആണ്. ഇത് രണ്ടും തമ്മിൽ കണക്റ്റഡുമാണ്. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് ഇതിനകത്ത് മാറ്റം വരുന്നതെന്ന് നോക്കാം. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തതേ ഉള്ളൂ. നിങ്ങൾ ഇത്രയും കാര്യങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റ് എന്ന് വരുമ്പോഴത്തേക്ക് എൻ്റെ സൈഡിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് ആ ബൾബിൽ ക്ലിക്ക് ചെയ്ത് സ്റ്റേറ്റ്ഫുൾ വിഡ്ജറ്റാക്കി മാറ്റിയാൽ മാത്രം മതി. ഓക്കെ, ജസ്റ്റ് എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇനി എങ്ങനെയാണ് ആ ബട്ടൺ മാറ്റിയെടുക്കുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട് നോക്കാം. ഓക്കെ, ബൈ.